ഹായ് ഹലോ പനക്കത്തിയാന്നേ എല്ലാവർക്കും സുഖമല്ലേ? ദേ നമുക്ക് കുറച്ച് കക്കയിറച്ചി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്താലോ? അപ്പൊ വാ, നമുക്ക് കിട്ടിയത് നല്ല കുഞ്ഞു കക്കയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഞാൻ വൃത്തിയാക്കി കഴുകിയെടുക്കുകയാണ് ചെയ്തത്. ഇല്ലാതെ ഇതിന്റെ അഴുക്കൊന്നും കളഞ്ഞ് മെനക്കെടാൻ നിന്നില്ല. നമ്മൾ വലിയ കക്കയാണെന്നെങ്കിൽ മാത്രമേ ഇതിന്റെ അഴുക്ക് കളയേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ദേ ഈ ചട്ടിയിലോട്ട് കക്കയെല്ലാം ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം ചെറിയൊരു അളവിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കക്ക വേവിക്കാൻ വേണ്ടി ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല. കക്കയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തോട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. കക്ക വെന്തതിന് ശേഷം ആ ചട്ടിയിൽ തന്നെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു ചട്ടി എടുക്കാം. അതിലോട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ഒപ്പം രണ്ടോ മൂന്നോ കുഞ്ഞുള്ളിയും കൂടെ അരച്ചത്. ഇഞ്ചി വെളുത്തുള്ളി ഇച്ചിരി അധികമായിട്ട് തന്നെ വേണം. ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ശേഷം 1/4 കപ്പ് ഉള്ളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വലിയൊരു സവോളയും പച്ചമുളകും വേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. സവോള നല്ലതുപോലെ വാടി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടിയും ഒപ്പം മസാലപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയിറച്ചിയെ കൂടെ അങ്ങോട്ട് തട്ടിക്കൊടുക്കുക. ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് മെയിൻ താരമായ കുരുമുളക് പൊടിയെ കൂടെ ചേർത്ത് കൊടുക്കുക. കക്കയിറച്ചിക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഒന്നാണ് കുരുമുളക് പൊടി. കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം ഇനി നല്ലതുപോലെ നമുക്കൊന്ന് വരട്ടിയെടുക്കാം. ഇനി മറ്റൊരു പാനിലേക്ക് അല്പം എണ്ണയൊഴിച്ച് അതിലേക്ക് കറിവേപ്പിലയും തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുത്ത് നമുക്ക് ഈ കക്ക ഇറച്ചിയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ കക്കയൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മുടെ കക്ക റോസ്റ്റ് റെഡി. അപ്പൊ എങ്ങനെയാ, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.